നമസ്കാരം. ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അതിശക്തമാകേണ്ടത് ആ രാജ്യത്തിന്റെ സുരക്ഷയുടെ ആവശ്യമാണ്, ആ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അതിനുവേണ്ട എല്ലാ നടപടികളും കേന്ദ്ര പ്രതിരോധ വകുപ്പും കേന്ദ്ര സർക്കാരും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിലെ സൈനിക താവളങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിനിടയിൽ ലക്ഷദ്വീപിൽ, നമ്മുടെ ഐലൻഡായ ലക്ഷദ്വീപിൽ ബിത്ര എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. ഈ ദ്വീപ് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റെടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇത് സൈനിക, അതായത് വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ചൈനയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുള്ള, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള നമ്മളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രാദേശികമായി, അതായത് അതത് സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് കല്ലെറിയുന്നതും നമ്മൾ മോളിൽ, ഒരു തെങ്ങിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് കല്ലെറിയുന്നതും വ്യത്യാസമുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ കൂടുതൽ പെർഫെക്ഷന് വേണ്ടി, കൂടുതൽ സ്ഥിരത ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ബിത്ര ദ്വീപ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പുരോഗമിക്കുന്നത്. ദ ഹിന്ദു ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസിഡറിംഗ് ദ അക്വിസിഷൻ ഓഫ് ബിത്ര ഐലൻഡ്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ആണ്, കാരണം കേന്ദ്രഭരണ പ്രദേശമാണ്. ബിത്ര, വൺ ഓഫ് ദ ഇൻഹാബിറ്റഡ് ഐലൻഡ്സ് ഇൻ ദ ആർക്കിപെലാഗോ ഫോർ ഡിഫൻസ് പർപ്പസ്. A recent government notification outlined these proposals for Department of Revenue to take over the entire land area of Bitra Island. The intent is to transfer to relevant defense and strategic agencies of the center. ഇവിടെ അധികം ആൾതാമസമില്ലാത്ത ഒരു ഐലൻഡാണ്. ഇതിപ്പോൾ ഏറ്റെടുക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പറഞ്ഞു വരുന്നത് പറഞ്ഞുമല്ല, ഇപ്പോൾ ചിലർക്ക് ഹാലിളകും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചാലും ചില ആളുകൾക്ക്, പ്രത്യേകിച്ചും പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, ഐഷ സുൽത്താന, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ അങ്ങോട്ട് ഹാലാണ്. ലക്ഷദ്വീപിൽ തെങ്ങിന് പെയിന്റ് അടിച്ചത് കാവി പെയിന്റ് ആണെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയവരാണ്. ലക്ഷദ്വീപിനെ മോദി അപമാനിച്ചു എന്ന് പറഞ്ഞ് നടന്നവരാണ്. ലക്ഷദ്വീപ് എന്താണ്? ഇവർക്കൊക്കെ സ്ത്രീധനം കിട്ടിയതാണ്, അല്ലെങ്കിൽ ഇവരുടെ കുടുംബ സ്വത്താണ്. ലക്ഷദ്വീപിൽ എന്ത് ചെയ്യണം, ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണം എന്നൊക്കെ കേന്ദ്ര സർക്കാരും കേന്ദ്ര പ്രതിരോധ വകുപ്പും ഒക്കെ തീരുമാനിച്ചോളും. ഇതിനകത്ത് നിങ്ങൾക്ക് ഹാലിളകിയിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ തന്നെ ഈ ഒരു വിഷയത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ലക്ഷദ്വീപിനെ ഇതുപോലെ സൈനിക താവളമാക്കി മാറ്റി ഒതുക്കാൻ ശ്രമിക്കുന്നു, അവിടുത്തെ ജനജീവിതം സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നു, ജനങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. സൈനികർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സമാധാനം നഷ്ടമാകും, ഇവർക്ക് മതപരമായ കാര്യങ്ങളിൽ ഇടപെടാനും പ്രവർത്തിക്കാനും പറ്റില്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പല പല കമന്റുകളായിട്ടും ചില പോസ്റ്റുകളായിട്ടും ഒക്കെ വന്നു. ഇനിയിപ്പോൾ പ്രമുഖരായ ആളുകളുടെയൊക്കെ, പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും അതുപോലെയുള്ള ആളുകളുടെയും ഒക്കെ പോസ്റ്റുകളാണ് വരാനുള്ളത്. അതുപോലെ കുറെ സുഡാപ്പികളും കുറെ പോസ്റ്റുകളുമായിരിക്കും. പക്ഷേ ഒരു പ്രതിരോധ സംവിധാനത്തെ പോലും ഇത്തരത്തിൽ മോശമാക്കി കാണിക്കാൻ, അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് ഒരു പ്രതിരോധ സംവിധാനം വന്നാൽ അത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞ് അതിനെ എതിർക്കാൻ, ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തെ പോലും എതിർക്കാൻ ശ്രമിക്കുന്ന, അതെന്താണെന്ന് പോലും അറിയാൻ വയ്യാതെ എതിർക്കാൻ ശ്രമിക്കുന്ന, അതിലും ഇതിലുമൊക്കെ മതവും ജാതിയും മാത്രം കാണുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഓടിയെത്തും ഉടനെ തന്നെ ഈ വാർത്ത കാണുമ്പോൾ. യാതൊരു സംശയവുമില്ല. ബിത്ര ഐലൻഡ് അല്ലെങ്കിൽ ബിത്ര ദ്വീപ് സൈനിക താവളമായാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് വലിയ ശക്തിമത്തായ ഒരു പ്രദേശമായതും അത് മാറും. ലക്ഷദ്വീപിലെ ജനതയ്ക്ക് കൂടുതൽ സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള സാധ്യതയുണ്ടാകും. അതൊന്നും മനസ്സിലാക്കാതെ എന്തിനേയും ഇതിനെയും എതിർക്കാനായിട്ട് ഇപ്പോൾ ആളുകൾ വാലേ എത്തും, ക്യൂ നിന്ന് എത്തും. അതിൽ പ്രധാനപ്പെട്ട കുറെ സിനിമാക്കാരും സിനിമാ പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ടാകും. മതവും ജാതിയും പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറെ വിവരമില്ലാത്തവന്മാരും ഉണ്ടാകും. എന്തായാലും തീരുമാനിച്ചതാണ്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും തീരുമാനിച്ച കാര്യമാണ്. ബിത്ര ഐലൻഡിനെ സുശക്തമായ സൈനിക താവളമാക്കി മാറ്റുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ആരെതിർത്താലും എന്തു വന്നാലും. പിന്നെ പട്ടാളക്കാരായതുകൊണ്ട് അവിടെ കയറി ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ വിവരവും അറിയും. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.